ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ മഹാജനപദാസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആളുകൾ എവിടെയാണോ ജീവിച്ചിരുന്നത് ആ ടെറിട്ടറീസിന് ജനപദാസ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരുപാട് ടെറിട്ടറീസ് കൺസോളിഡേറ്റ് ചെയ്ത് 16 മഹാജനപദാസ് ഫോം ചെയ്യാണ്. അതായത് 600 മുതൽ 300 BC കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 16 മഹാജനപദാസ് ഉണ്ടാകുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി മൊണാർക്ക്, അതായത് രാജഭരണമായിരുന്നു, രാജാവായിരുന്നു സോവറിൻ ആയിട്ടുള്ള റൂളർ. 16 എണ്ണം ഉണ്ടായിരുന്നു. കംബോജ്, കാന്താർ, ഖുറു, പാഞ്ചാൽ, കോസൽ, വൃച്ചി, മല്ല, അംഗ, കാശി, മഗധ, വത്സ്യ, ചേടി, അസ്മക്, അവന്തി, മത്സ്യ, സുർസേന. ഇതായിരുന്നു 16 മഹാജനപദാസ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സോഷ്യോ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു IVC കാലഘട്ടത്തിൽ ടിൻ, കോപ്പർ, അതുപോലെ ബ്രോൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയേൺ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ആര്യൻസ് നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് പതുക്കെ ഇൻവേഡ് ചെയ്യുകയും അവരിവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന മഹാജനപദാസിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് അയേൺ ടെക്നോളജീസ് ഡെവലപ്പായി. അയേൺ കണ്ടുപിടിച്ചു, അതിന് കൂടെ തന്നെ അയേൺ ടെക്നോളജീസ് ഡെവലപ്പായി. അയേൺ ടെക്നോളജീസ് ഡെവലപ്പ് ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയൊക്കെ ആയിരിക്കും? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടും, കാരണം ബെറ്റർ ആയിട്ടുള്ള ടൂൾസും വെപ്പൺസൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ഭാഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവർ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മൊത്തം കാടാണ്. ഈ കാട് മൊത്തം വെട്ടിത്തെളിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അയേൺ ടെക്നോളജീസ് കിട്ടിയതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന കാടെല്ലാം വെട്ടിത്തെളിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക്, എസ്പെഷ്യലി ബീഹാർ ഏരിയയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യും. അവിടെ എല്ലാം അർബൻ സെൻറ്റേഴ്സ് ഫോം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് കോൾഡ് ദ സെക്കൻഡ് urbanization. IVC കഴിഞ്ഞാൽ അടുത്ത urbanization ഈ പറയുന്ന മഹാജനപദാസിൻ്റെ കാലഘട്ടമാണ്. അവിടെ ട്രേഡും ക്രാഫ്റ്റും കമേഴ്ഷ്യലായിട്ടുള്ള മെറ്റൽ മണിയും എല്ലാം തന്നെ ഡെവലപ്പായി. കുറച്ചുകൂടെ അഗ്രികൾച്ചറലി സെറ്റിൽഡ് ലൈഫായിട്ട് അവർ മാറി. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക്കൽ സർപ്ലസസ് ഒരുപാട് വരാനായിട്ട് സാധിച്ചു. ഈ റൂളിംഗ് ക്ലാസ്സസിന് ഒരുപാട് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ജനപദാസ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ പതുക്കെ പതുക്കെ മഹാജനപദാസായി മാറുന്നു. ഒരുപാട് സ്മോളർ കിങ്ഡംസ് കൺസോളിഡേറ്റഡ് ആയിട്ട് വലിയ വലിയ രാജ്യങ്ങൾ ഉണ്ടാവുന്നു. വാരിയർ ക്ലാസ്സസ് ഒരുപാട് അധികം റൈസ് ആവുന്നു. പവർഫുൾ ആയിട്ടുള്ള ആർമീസും അവരുടെ എക്സ്പാൻഷനും കോട്ടകൾ ബിൽഡ് ചെയ്യാനും എല്ലാം തുടങ്ങുന്നു. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനാണ് അവർക്ക് ഉണ്ടായത്. ലാർജർ ആയിട്ടുള്ള ടെറിട്ടറീസും അതുപോലെ തന്നെ ആ ടെറിട്ടറീസിനെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള അലയൻസസും സംഭവിക്കുന്നു. മഹാജനപദാസിൻ്റെ ക്യാപിറ്റലും അവരുടെ മോഡേൺ ആയിട്ടുള്ള ലൊക്കേഷനും എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഗധ തന്നെയായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പവർഫുൾ സ്റ്റേറ്റ് മഗധയായിരുന്നു. കോസല, വത്സ്യ, അവന്തി ഇതെല്ലാം തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള മഹാജനപദാസ് ആയിരുന്നു. വത്സ്യ എന്ന് പറയുന്നതിൻ്റെ ക്യാപിറ്റൽ കുശുംബി ആയിരുന്നു. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളർ ഉദയന. അതുപോലെ തന്നെ ഈ ഉപാസന എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു, ഒരു രാജാവായിരുന്നു. ഇദ്ദേഹവും ബുദ്ധയുടെ ഫോളോവറാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പാട്രണേജസ് ബുദ്ധിസത്തിന് കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു മഹാജനദാസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ വത്സ്യൻ്റെ മരണത്തിന് ശേഷം അവന്തി ഈ ഒരു ഇതിനെ ആ ഒരു മഹാജനപദനെ അനക്സ് ചെയ്തു. അവന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവധിയുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളർ പ്രദ്യോത എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ബുദ്ധിസത്തിനെ പാട്രണൈസ് ചെയ്തിരുന്നു. ഫൈനലി അവന്തി മഗധയുടെ സ്വന്തമായി. കോസലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോസലയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രവസ്തിയായിരുന്നു. അതൊരു ട്രൈബൽ റിപ്പബ്ലിക് ആയിരുന്നു. റിപ്പബ്ലിക്കും മൊണാർക്കിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാൻസ് ഒന്ന് ചേർന്ന് അവരൊരു കൗൺസിൽ ഉണ്ടാക്കി ആ ക്ലാൻസിൻ്റെ ഹെഡുകളെല്ലാം ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. മൊണാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം ഉത്തരവും എല്ലാം ഒന്നുമില്ല, എല്ലാം രാജാവിൻ്റെ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കോസലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു പ്രസൻജീത്ത് പറയുന്നത്. അദ്ദേഹം ബുദ്ധയുടെ കണ്ടംപററി ആയിരുന്നു. ടൈപ്സ് ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊണാർക്കിയും ഉണ്ട്, റിപ്പബ്ലിക്കും ഉണ്ട്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗണസംഖ്യയാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാജിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം നോക്കി വയ്ക്കുക. രാജാക്കന്മാരുടെ ക്യാരക്ടേഴ്സ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള കിങ്ങിൻ്റെ കാര്യം നോക്കി വയ്ക്കുക. ആരുടെയൊക്കെ കണ്ടംപററീസ് ആയിരുന്നു നോക്കി വയ്ക്കുക. ഇവർ ഒരുപാട് മാട്രിമോണിയൽ അലയൻസസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന റിപ്പബ്ലിക്സ് എന്ന് പറയുന്നവർ ശരിക്കും അതിലും ഇപ്പോൾ ഈ വാജി പഠിച്ചതുപോലെ തന്നെ സഖ്യം മലയൊക്കെ ഒരു സിംഗിൾ ക്ലാൻ ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ദർ വാസ് ലൈക്ക് ഒരുപാട് ക്ലാൻസിൻ്റെ കോൺഫെഡറേഷൻസിനെയാണ് റിപ്പബ്ലിക് അല്ലെങ്കിൽ ഗണസംഘ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ബംഗാളിലായിരുന്നു വാജി ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് കാസ്റ്റാണ്. ഏതൊക്കെ ക്ലാൻസ് ആയിരുന്നു? ലിച്ചാവീസ്, വിദേഹൻസ്, അതുപോലെ തന്നെ ജനത്രികാസ്. ഈ പറയുന്നതിൻ്റെ ജനത്രികാസിൽ ബിലോങ് ചെയ്തില്ല ഈ ക്ലാനിലുള്ള ആളായിരുന്നു മഹാവീര. ലിച്ചാവീസ് എന്ന് പറയുന്നത് ബുദ്ധയുടെ അമ്മയുടെ ഒരു ക്ലാനായിരുന്നു. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ
വൈശാലിയാണ്. അതുപോലെ വിദേഹൻസ് മിഥില ആയിരുന്നു വിദേഹൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇത് വാജിയുടെ 3 ക്ലാൻസ് ആണ്. ഈ വാജി ഇത് 3 കൂടി ചേർന്ന ഒരു റിപ്പബ്ലിക് ആയിരുന്നു. ഇനി ഇതുപോലെ തന്നെ കിങ്ഡംസും ഗണസംഖ്യയും തമ്മിൽ മെയിൻ ഡിഫറൻസസ് എന്താ? ഗണസംഖ്യ കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് സിംഗിൾ ആയിട്ടുള്ള അതോറിറ്റി അല്ലായിരുന്നു. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാൻറ്റിൻ്റെ ചീഫുകളും ചേർന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുന്നു. അവർ ഡിബേറ്റും അതുപോലെ തന്നെ ഡിസ്കഷൻസും വോട്ടിങ്ങിലൂടെയൊക്കെയാണ് ഓരോ ഡിസിഷൻസും എടുത്തിരുന്നത്. അവർക്ക് ക്ലാനിനോടുള്ള ലോയൽറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക. കിങ്ഡംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻട്രലൈസ്ഡും ഹെറിഡിറ്ററി ആയിട്ടുള്ളൊരു പൊസിഷൻസും ആയിരുന്നു. രാജപരമ്പര ഇങ്ങനെ ഓരോരോ ജനറേഷനിലേക്ക് കൈമാറിക്കൊണ്ട് വരുന്ന കാര്യമായിരുന്നു. രാജാവായിരുന്നു എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും എടുത്തിട്ടുണ്ടായിരുന്നത്. ഹി വാസ് എ സുപ്രീം സോവറിൻ അതോറിറ്റി. പക്ഷേ മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസസിലായിരുന്നു ഇദ്ദേഹം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കാസ്റ്റിലും അതുപോലെ രാജാവിനോടുമായിരുന്നു ആളുകൾക്ക് ഉണ്ടായിരുന്ന ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മഹാജനപദത്തിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി മഗധ എന്ന് പറയുന്ന രാജ്യമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാജനപദ. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. താങ്ക്